കാണും നേരത്തെന്നും പുഞ്ചിരി തൂകി കാണാനായി പോകാറും പതിവാക്കി കണ്ടേ മടങ്ങുമ്പോൾ എന്തോ ബാക്കി കാരണം തേടി ഉറക്കൊഴിവാക്കി. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് ഞാൻ, ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ എയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഒരു പെരുന്നാളിൻ്റെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാർജ കൽബയിലെത്തിയതായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. തുടർന്നുള്ള വീഡിയോ ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് ഹാങ്ങിങ് പാർക്കിലാണ് ഉള്ളത്, കൽബയിലുള്ള. ഒരുപാട് ഇന്നലെ രാത്രി വൈകിയാണ് എത്തിയത്. കാരണം വെച്ചാൽ നല്ല റഷായിരുന്നു. 3-4 മണിക്കൂർ ഞങ്ങൾ റോഡിൽ തന്നെ കിടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാത്രി ഒന്നും കാണാൻ പറ്റില്ല. പകൽ കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഇന്നലെ നമ്മളിവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരു 10 മണിയൊക്കെ 10-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം രാത്രിത്തെ കാഴ്ചകളൊക്കെ കണ്ട് 1 മണി 2 മണിയായി ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ റൂമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തൽക്കാലം എല്ലാവരും വണ്ടിയിലും ഇവിടെയൊക്കെ ആയിട്ട് തന്നെ രാത്രി ചിലവഴിച്ചു. ഇത് പുതുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഷാർജ ഗവൺമെൻറ്റിൻ്റെ അണ്ടറുള്ളതാണ്. പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു പാർക്കാണിത്. ഹാങ്ങിങ് പാർക്ക്, ഗാർഡൻ പാർക്കും കൂടിയാണ്. ഇതിൽ പറയുന്നത് 215ഓളം ആളുകൾക്ക് ഇവിടെ ഇരിക്കാനുള്ളൊരു വലിയൊരു ഗാർഡനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലെ നമ്മൾ ഉണർന്നപ്പോൾ തന്നെ കാണുന്നത് ഒരു ലോക്കലാണ് തോന്നുന്നുണ്ട്. ഒരു പക്ഷികളൊക്കെ ആയി വന്നിട്ട് ഉള്ളൊരു ചിത്രം. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഇദ്ദേഹത്തിന് ആ പക്ഷിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. എന്താണെന്ന് സംഭവം വെച്ചാൽ അത് മൊബൈലിലും കൂടി ചിത്രീകരിക്കുന്നതും കൂടെ ഉണ്ട്. മക്കളുടെ കയ്യിൽ മൊബൈൽ വീഡിയോ ഓൺ ചെയ്തിട്ട് പക്ഷി വരുന്നതും കയ്യിലിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രീകരണം. എല്ലാവരും നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ, അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അനുസരണമുള്ളതാണ് എല്ലാ ജീവികളും. പക്ഷേ നമ്മൾ മനുഷ്യർ മാത്രമേ ഉള്ളൂ അനുസരണ തെറ്റിക്കുന്നതിനുള്ളൂ തോന്നുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഉദ്യാനം നല്ല രസമുള്ള, ഇത് പറയുന്നതാണ് 1.6 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള ഒരു ഉദ്യാനമാണെന്ന് പറഞ്ഞത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 281 മീറ്റർ ഉയരത്തിൽ എത്തുന്നു. കൽബ ഹാങ്ങിങ് ഗാർഡനുകളുടെ കേന്ദ്ര ബിന്ദു കൃത്രിമ വെള്ളച്ചാട്ടമാണ് കാര്യമായിട്ടുള്ളത്. നമ്മളെ വാഹനവും അതുപോലെ നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ വെളിയിൽ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. എല്ലാവരും രാവിലെ തന്നെ കുറേ പേര് വണ്ടിയിൽ കിടന്നുറങ്ങി. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം ചെലവഴിച്ചു. ഒന്ന് രാത്രി 2 മണിയാകുമ്പോഴേക്കൊന്നും എവിടെ റൂമൊന്നും കിട്ടാനില്ല. നല്ല തിരക്കുമായിരുന്നു പെരുന്നാളുടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട്, പ്രത്യേകിച്ച് ഇവരൊക്കെ നാട്ടിൽ നിന്ന് വന്നവരാണ്, എൻ്റെ ഫാമിലിയൊക്കെ. അവർ അവിടെ നിന്ന് വന്ന ഉടനെ എയർപോർട്ട് നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. റിയാൻകുട്ടിക്ക് ഫുൾ ആവേശത്തിലുള്ള. ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന ക്ഷീണം ഒന്നുമില്ല. വന്ന പാടനെ ഗാർഡനും വെള്ളച്ചാട്ടവും ഊഞ്ഞാലും ട്രെയിനും ഒക്കെ ആയിട്ട് ഫുൾ രാത്രി എൻജോയ് ചെയ്തു. അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇവനുള്ളത്. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഗാർഡന് വേണ്ടിയിട്ടുള്ള എല്ലാ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. പെണ്ണേ നീ പോരുമോയൻ കൽവെന്ന കൊട്ടാരത്തിൽ
കുടയും ചൂടി പോരുമോ നീ ഞാനീയലിക്കത്തിട്ട് കസവിൻ്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകതയാണ് രാത്രി കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. ഇത് ഷാർജയിലൊരു പള്ളിയാണ്. രാത്രിയിൽ എന്ത് ഭംഗിയാണല്ലേ. അതുപോലെ തന്നെ ഇത് ഷാർജ കോർണിഷിലുള്ള ഒരു വാട്ടർ ഫൗണ്ടനാണ്. മ്യൂസിക്കൊക്കെ ഇട്ട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ അലങ്കാരങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവും എന്തായാലും. കാരണം അന്ന് കൂടുതൽ ആളുകൾ ടൗണിലേക്ക് വരികയും അതുപോലെ തന്നെ ഇങ്ങനെ ആസ്വദിക്കുന്ന സമയമാണല്ലോ. മ്യൂസിക്കും ലൈറ്റൊക്കെ ആക്കിയിട്ട് വളരെ ഭംഗിയുണ്ട്. എത്ര നേരം നിന്നാലും നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നത് അറിയുന്നില്ല. ഓക്കെ, നല്ലൊരു മതി